വീടിനുള്ളിൽ 60ഓളം തെരുവ് നായ്ക്കൾ. ദുർഗന്ധവും കുരയും സഹിക്കാൻ വയ്യ. സഹികെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ. എറണാകുളം കുന്നത്തുനാട് പറക്കോട് വഴിയരികിലെ വീടിനുള്ളിൽ തെരുവ് നായ്ക്കൾ ഉൾപ്പെടെ 60ഓളം നായ്കൾ. സദാസമയവും കുരയും പ്രദേശം മുഴുവൻ ദുർഗന്ധവും. കളക്ടർ മുതലുള്ളവർക്ക് പരാതി നൽകി പൊറുതിമുട്ടിയ നാട്ടുകാർ ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ സംഭവസ്ഥലത്തെത്തിയ അധികൃതർ യുവതി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് കണ്ടെത്തി. ഉടമയ്ക്ക് നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ല. അതിനാൽ വീട്ടിൽ പാർപ്പിച്ച നായ്ക്കളെ ഒഴിപ്പിക്കുമെന്നാണ് സൂചന. RTO സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥലം സന്ദർശിച്ച് നായ്ക്കളെ പരിശോധിച്ചിരുന്നു. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. വീടിന് മുന്നിൽ ഇപ്പോഴും ആളുകൾ പ്രതിഷേധിച്ച് തമ്പടിച്ചിട്ടുണ്ട്. എന്നാൽ നായകളെ മാറ്റില്ലെന്ന വാശിയിലാണ് വീട് വാടകയ്ക്കെടുത്ത വീണ ജനാർദ്ദനൻ. നാട്ടുകാർ പുറത്ത് ബഹളം വയ്ക്കുമ്പോൾ മാത്രമാണ് നായ്ക്കൾ കുരയ്ക്കുന്നതെന്നും വീണ പറയുന്നു. വീട് വാടകയ്ക്കെടുത്തപ്പോൾ മൃഗങ്ങളെ വളർത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിന്റെ എഗ്രിമെന്റ് തന്റെ കൈകളുണ്ട്. നായ്ക്കളുടെ എണ്ണമൊന്നും അതിൽ പറഞ്ഞിട്ടില്ലെന്നും താൻ റെസ്ക്യൂവറാണെന്നും വീണ ജനാർദ്ദനൻ വ്യക്തമാക്കി. അതേസമയം പഞ്ചായത്ത് റൂൾസ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിന് ആവശ്യമാണെന്ന് PV ശ്രീനിജൻ MLA പറഞ്ഞു. എന്നാൽ ഇവർ സംരക്ഷിക്കുന്ന നായകൾക്കൊന്നും കുന്നത്തുനാട് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശ്രീനിജൻ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇത്രയധികം നായകളെ പാർപ്പിക്കുന്നത് മൂലമുള്ള ദുർഗന്ധം സഹിക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. പശുഫാമിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പഞ്ചായത്തിലാണ് ഇത്രയധികം തെരുവ് നായ്ക്കളെ യാതൊരു കരുതലുമില്ലാതെ വീടിനകത്ത് വളർത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രശ്നം പരിഹരിക്കാതെ വീട്ടുമുറ്റത്തു നിന്നും പിരിഞ്ഞു പോവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടും നാട്ടുകാർ പിരിഞ്ഞു പോകാത്തതിനാൽ സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്.